ആന്ധ്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ പൊതുവായും തമിഴ്നാട്ടിൽ പ്രത്യേകമായും ഓണാഘോഷം നിലവിലിരുന്നു. തിരുപ്പതിയിലും തൃക്കാക്കരയിലും ഈ പേരിന്റെ സാദൃശ്യം മധുരയിലെ ഓണാഘോഷത്തിനിടയ്ക്കുള്ള ഓണത്തല്ലിനെയും അനുസ്മരിപ്പിക്കുന്ന ചേരാപോര് അത്ത സമയത്തൊഴിയും ഓണക്കോടിയെയും അനുസ്മരിപ്പിക്കുന്ന മറ്റു ചടങ്ങുകളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അന്നേ കാലത്ത് കേരളത്തിൽ 12 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടികൾ നടത്തപ്പെട്ടിരുന്നു. ഇന്ന് അത് ചുരുങ്ങി 10 ദിവസമായിട്ട് മാറ്റിയിരിക്കുകയാണ്. അത്തം തൊട്ട് തിരുവോണം വരെ ആഘോഷിക്കുന്ന ഈ ഓണാഘോഷം ഈ 12 ദിവസങ്ങളും 12 രീതിയിലായ ആഘോഷങ്ങൾ ആഘോഷിച്ചിരുന്നതായി വ്യക്തമാക്കുന്ന തെളിവുകളാണ് കൃഷ്ണവാര്യർ എടുത്തു പറയുന്നത്. പ്രത്യേകിച്ചും അത്തം ദിവസം പൂക്കളെറിഞ്ഞ് പൂക്കളമൊരുക്കി ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്ന ദിവസമായിരുന്നു. ചിത്ര ആദ്യ പൂക്കളത്തോടൊപ്പം പുതിയ പൂക്കൾ കൊണ്ട് മോടി പിടിപ്പിക്കുന്ന ദിവസമായിരുന്നു. ചോതി ഓണച്ചന്തകൾ തയ്യാറാക്കി ചന്തയുടെ വിൽപ്പനകൾ ആരംഭിക്കുന്ന ദിവസം. വിശാഖം അത്തപ്പൂക്കള മത്സരം നടത്തിയിരുന്ന ദിവസമായിട്ടും അനിഴം വള്ളംകളി മത്സരത്തിന്റെ ദിവസമായിട്ടും ക്രിക്കറ്റ് കലോത്സവ വേദിയുടെ ഒരുക്കങ്ങളും കലോത്സവങ്ങളും നടത്തിയിരുന്ന ദിവസമായിട്ടും മൂലം സ്ത്രീകൾ വീടിന് മോടി പിടിപ്പിക്കുന്ന ദിവസമായിട്ടും പൂരാടം മണ്ണുകൊണ്ട് രൂപങ്ങളുണ്ടാക്കി തൃക്കാക്കരയപ്പനെ സ്ഥാപിക്കുന്ന ദിവസമായിട്ടും ഉത്രാടം തലയോണം എന്നറിയപ്പെടുന്ന വലിയ പൂക്കളം ഒരുക്കുന്ന ദിവസമായിട്ടും തിരുവോണം മാവേലി വന്ന് അനുഗ്രഹിക്കുന്ന ദിവസമായിട്ടും അവിട്ടം പ്രസിദ്ധമായ പുലിക്കളി മത്സവമായിട്ടും ഉത്സവമായിട്ടും ചതയം കുടുംബയോഗവും നൃത്ത മഹോത്സവമായിട്ടും ആചരിച്ചിരുന്ന കാലഘട്ടമാണ് ഈ ഓണാഘോഷത്തിന്റെ ആഘോഷങ്ങളെന്ന് കൃഷ്ണവാര്യർ വ്യക്തമായിട്ട് തന്നെ എടുത്തു പറയുന്നു. ഇങ്ങനെ ജാതിമത ഭേദമന്യേ ജനങ്ങൾ ഒന്നടങ്കം ഒരു ഉത്സവമാക്കി മാറ്റുന്നു. പൂക്കളുടെയും വർണ്ണങ്ങളുടെയും മാത്രമല്ല കേരളീയരുടെയും ഒരു കൊയ്ത്തുത്സവം കൂടിയാണ് ഈ തിരുവോണം. കർക്കടകത്തിന്റെ കാറും കോളും നീങ്ങി തെളിഞ്ഞ ആകാശത്തിൽ പൂക്കളവും പൂമ്പാറ്റകളും വർണ്ണക്കിളികളും സ്വർണമേഘങ്ങളും ഓണനാളുകളുടെ മാറ്റുകൂട്ടുകയാണ് ചെയ്യുന്നത്. കൊറോണ എന്ന ഈ മഹാമാരി മൂലം ഇത്തവണയും നമ്മുടെ ഓണം പകിട്ടോടെ ആഘോഷിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിലാണുള്ളത്. എന്നാലും ഈ സാഹചര്യം മനസ്സിലാക്കി മഹാബലി വിഭാവനം ചെയ്ത കള്ളവും ചതിയുമില്ലാത്ത സമൃദ്ധിയും സാഹോദര്യവും വിളമ്പുന്ന വിഭാഗീയത ഇല്ലാത്ത നന്മകൾ നിറഞ്ഞ ഒരു നാടിനായി നമുക്കും പ്രയത്നിക്കാം, ക്ഷമയോടെ കാത്തിരിക്കാം. ഏവർക്കും സമ്പൽ സമൃദ്ധിയുടെയും സർവ ഐശ്വര്യത്തിന്റെയും ഓണാശംസകൾ സ്നേഹപൂർവം നേർന്നുകൊള്ളുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്ദി.
പ്രിയപ്പെട്ട സ്റ്റാഫ് മെമ്പേഴ്സ്, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഒത്തുചേരുവാനായില്ലെങ്കിലും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് നിറഞ്ഞ മനസ്സോടെ പൊന്നോണത്തെ നമുക്ക് വരവേൽക്കാം. നമുക്കറിയാവുന്നതുപോലെ കൊയ്തെടുത്ത പാടങ്ങളുടെയും വിളവെടുത്ത തോട്ടങ്ങളുടെയും ഒരു മഹാ ഉത്സവമാണല്ലോ ഓണം. അതെ, ഓണം എന്ന് നമുക്ക് ഒരുപിടി മധുരസ്മരണങ്ങൾ പങ്കുവെച്ചു തരുന്ന മഹാ ഉത്സവമാണ്. അത്തപ്പൂക്കളും പൂത്തുമ്പികളും ഊഞ്ഞാലാട്ടവും ഓണസദ്യയുമൊക്കെ ഈ തിരുവോണ നാളുകൾക്ക് തിലകം ചാർത്തുന്നു. ആധുനിക മനുഷ്യൻ തന്റെ സ്വാർത്ഥതയുടെ കൂടാരങ്ങളിൽ ഒഴുകിക്കൂടുമ്പോൾ കൈത്താനായി മാറുവാനും കുടുംബാംഗങ്ങളോടൊന്നിച്ച് ഒരേ മേശയിൽ അണിനിരക്കുവാനും മുതിർന്നവരെ വണങ്ങുവാനും നല്ല പാരമ്പര്യങ്ങൾ പിൻചെല്ലുവാനും അവരോട് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കരുണ കാണിക്കുവാനും ഈ ഓണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് ഈ കൊറോണ കാലഘട്ടത്തെ ഓണാഘോഷത്തിന് ഏറെ പ്രസക്തിയുണ്ട്. വേദനകളിലും മരണഭീതിയിലും പരിഭ്രാന്തരായ നമ്മുടെ സഹോദരങ്ങൾക്ക് കരുത്തു പകരുന്ന ഓണ സന്ദേശവാഹകരാകാൻ നമുക്ക് മുൻകൈയെടുക്കാം. മൺമറഞ്ഞു പോയ മഹാന്മാർ നമുക്ക് കാട്ടിത്തന്ന പാവങ്ങളോടും ദരിദ്രരോടും പക്ഷം ചേരുക എന്നത് നമ്മുടെ ജീവിത പ്രമാണമാക്കി നമുക്ക് മാറ്റാം. ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും അഭിനന്ദനങ്ങളും ഏറെ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. Non-teaching staff members, parents and my dear students. At the very outset, I wish you a very, very happy Onam. Onam is the most important festival celebration of the people of Kerala. It is the harvest festival that falls in the Malayalam month of Chingam. Onam is celebrated for 10 consecutive days. The second day called Thiruvanam is the most important day of Onam. As we all know, the history of Onam, the great king
Mahabali or Maveli is a kind and a generous ruler. During his rule, people were happy and lived prosperously. Even gods became jealous of Mahabali's popularity. All people lived in unity and harmony, irrespective of caste, creed, and color. The king Mahabali was even ready to give his head to God in view of the material and physical growth of the people. It was Mahabali's last wish that he would be able to come back and visit his kingdom and his people once a year during Onam. So that people celebrate Onam to welcome Mahabali back to kingdom. The people of Kerala has never seen such a philanthropic king. They celebrate Onam in many ways, like having elaborate meals called Onam Satya, creation of floral pattern on the ground called Pookalam or Attapu, we see in front of us, performing many art forms like Tiruvadara dance, Pulikadi or tiger dance. Snake boat race known as Vallamkadi plays an important role in Onam celebration. My dear brothers and sisters, as I said in the outset, Onam is the celebration of the harvest. Thanking God for the grains, fruits, and natural resources, for the flowers, and especially for the toiling farmers. No nation can sustain without farmers. In Germany, the government calls the farmers as creators. Normally we call God as creator, but the government of Germany calls the farmers as creators. The government gives much prominence to the farmers. When we think of our great nation India, do we really respect our farmers? No food, no man. No food, no man. For the past 30 months, our farmers are protesting for their right in the capital of our nation. More than 500 farmers have lost their life. The government of India is not ready to even hear the voice of the farmers. They are now become voiceless. Let us stand together. The voice of the farmers. No farmers, you will get no food. If you don't get food, no human being can sustain. So my dear brothers and sisters, while celebrating Onam in our college in a simple way, let us especially remember our farmers, because Onam is the celebration of the harvest. Once again, I wish you a very, very happy Onam. God bless you. God bless our college. Thank you, one and all. The campus will having overflowing, so to say, with students running here and there with their presentations,
with their competitions. We miss all those days. But we cannot lie low. Let me tell you, we cannot lie low. Now, with technology available, with whatever competitions which we were able to do, we have managed to muster together a small celebration. I'm sure there are students and parents watching this online. It's a small, refreshing thing that we have at least been able to have a competition. The spirit of competition is not one in which you come to the top and the others are kicked down. But it's a healthy relationship where you work with your friends. Let me put it this way, trying to put forward what is positive in you, and you and your friends learn from one another what can be done, what is to be done. So in a normal Onam function, this number 40 would be probably 30 times